ട്രെയിൻ വിത്ത് കബീർ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഇന്നത്തെ ടിപ്സ് പ്രോത്സാഹനം. നോ നോ നോ, അവനെ വഴക്ക് പറയാൻ പാടില്ല. അവൻ ഇപ്പോൾ ചെയ്തത് ചെറിയൊരു തെറ്റാണ്, പക്ഷേ അവൻ അതിന് തൊട്ടു മുമ്പ് വലിയൊരു ശരി ചെയ്തു, അത് നമ്മൾ കണ്ടില്ല. ഇപ്പം അവൻ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തട്ടി വീണു, പക്ഷേ അതിനു മുമ്പ് അവൻ അത് വീഴാതെ പോസിറ്റീവായി ചെയ്ത ഒരു കാര്യം നമ്മൾ കാണാതെ പോയി. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന 2 പേരുടെ ഉത്തര പേപ്പർ, എ എഴുതിയ 2 ഉത്തരവും ശരിയാണ്, ശരിയിട്ടിട്ടുണ്ട്. എന്നാൽ ബി എഴുതിയതിൽ 1 തെറ്റാണ്. രണ്ടാമത്തേത് ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. ബി ആദ്യം ശ്രദ്ധിക്കുക, ഞാൻ എഴുതിയത് ശരിയാണല്ലോ, എന്നിട്ട് എന്താണത് ശരി കിട്ടാതിരുന്നത് എന്നായിരിക്കും. നമ്മളൊക്കെ വലിയവരായാലും ചെറിയവരായാലും നമുക്ക് പരീക്ഷയുടെ ഉത്തരപേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഞാൻ എഴുതിയതിന് മാർക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നാണ്. ഏതൊക്കെ തെറ്റിച്ചു എന്നല്ല, അതിനേക്കാളും നമ്മൾ നോക്കൽ എഴുതിയതിന് മാർക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ, മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുക. അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടീച്ചറുടെ അടുത്തേക്ക് ഓടും, ഇതാ ഞാൻ ഉത്തരം ശരിയായി എഴുതിയിട്ടുണ്ട്, മാർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയാം. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. വളരെ ശരിയായ ഒരു കാര്യം ചെയ്തു, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തില്ല. അബ്ഷർ വെള്ളം കുടിച്ച് ഇവിടെ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചു, ശരിയായ രീതിയിൽ വെച്ചു, അവൻ പോയി. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. അഥവാ ഗ്ലാസ് ഒന്ന് തട്ടി വീണാൽ നമ്മൾ വഴക്ക് പറയും. ഇതാണ് ഞാൻ പറഞ്ഞൊരു ടിപ്സ്. പ്രോത്സാഹനം നമ്മളായിട്ട് അറിഞ്ഞു കൊടുക്കണം. എന്ത് പോസിറ്റീവ് കാര്യം ചെയ്താലും, ഇനി പോസിറ്റീവ് അല്ല എന്ന് പൊതുവെ തോന്നിയാൽ പോലും അത് പോസിറ്റീവ് ആക്കി നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. ക്ലാസ്സുകളിൽ നടത്തുന്ന മത്സരങ്ങളിൽ വിജയിക്കുമ്പോൾ മാത്രമല്ല സ്റ്റാറും മിഠായിയും ഒക്കെ കൊടുക്കേണ്ടത്. നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ പ്രോത്സാഹനം വേണം. അങ്ങനെയാകുമ്പോഴാണ് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടാവുക, അവർ അതിന് പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഓക്കെ, വീണ്ടും മറ്റൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.